ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്നൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് തന്നെ ഞാൻ തത്തച്ചുണ്ടൻ മാങ്ങ അല്ലെങ്കിൽ കിളിച്ചുണ്ടൻ മാങ്ങ എന്ന് പറയുന്ന മാങ്ങ 4 എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് അതിൻ്റെ തൊലി. അതുകൊണ്ട് നമുക്ക് അങ്ങും ഇങ്ങൊക്കെ ഒന്ന് ചെത്തിയിട്ട് അത് വലിയ കഷ്ണങ്ങളാക്കി, തീരെ ചെറിയ കഷ്ണങ്ങളല്ല വലിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. അതിന് ശേഷം ഇനി നമുക്ക് കാണാം. നമ്മൾ മാങ്ങ എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇനി അച്ചാറിടാൻ ആരംഭിക്കുകയാണ്. അച്ചാറിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് ഉലുവായും കടുകും കൂടെ പൊടിച്ചത്. ഇനി നമുക്ക് അച്ചാറിടാൻ ആരംഭിക്കാം. മുളക് പൊടിയൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം. അച്ചാറിന് ആവശ്യമായ പൊടികളൊക്കെ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതേണ്ട ഈ സ്പൂണിന് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂൺ ഉപ്പുപൊടി എന്നിവയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, പെരുംജീരകം. ഇനി നമ്മൾ മാങ്ങ അടുപ്പിൽ വെച്ച് വേവിക്കത്തില്ല. അതിനായിട്ട് വേണ്ട നമ്മൾ നല്ലെണ്ണയിലാണ് ഇടുന്നത്. നല്ലെണ്ണയൊന്ന് തിളയ്ക്കാൻ വെച്ചത് നല്ല പോലെ വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മൾ ആ എണ്ണ കുറേശ്ശെ കോരി ഈ മുളക് ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സിനകത്ത് ഈ ഗ്രേവിക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് വെട്ടിത്തിളച്ചോട്ടെ. ഗ്രേവിക്കകത്തേക്ക് നമ്മൾ ചൂട് നല്ലെണ്ണ കോരി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചതും 1.5 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് എണ്ണ ഒഴിച്ചത്. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം കയറി വന്നു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. അതാണത് ഞാൻ കാണിക്കാഞ്ഞത്. എണ്ണ വെട്ടി തെളിച്ചപ്പോൾ നമ്മൾ ഈ പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചിളക്കി അതിനകത്തേക്ക് കടുക് വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത ശേഷം മാങ്ങായും കുടഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അതിൻ്റെ ഇവിടെ ഇരിക്കാൻ നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടേ ഇല്ല. ഇനി നമുക്ക് ഭരണിയിലാക്കി കോരി വെക്കാം. എന്നിട്ട് അതിന് പുറത്ത് വേണ്ട ബാക്കി ഇരിക്കുന്ന ഈ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി എന്നിട്ട് നമ്മളിതൊരു 7 ദിവസത്തിന് ശേഷമേ ഇതെടുത്ത് ഉപയോഗിക്കാം. അപ്പോഴത്തേക്ക് നല്ല പരുവത്തിലാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടുമാങ്ങയാണിത്. നമുക്കിനി ഇത് ഭരണിയിൽ കോരിയിട്ട് കാണാം. നമ്മൾ ഈ അച്ചാറിന് ഗ്രേവിക്കായിട്ട് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 3.5 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി എന്നിവയും അതുകൂടാതെ 1.5 ടേബിൾ സ്പൂൺ ഉലുവയും 1.5 ടേബിൾ സ്പൂൺ കടുകും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എണ്ണയിൽ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ മാങ്ങ എണ്ണയ്ക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചിട്ടേ ഇല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ അച്ചാറിന് നമ്മൾ വിനാഗിരി ഉപയോഗിച്ചിട്ടേ ഇല്ല. ഏതച്ചാറായാലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ നനഞ്ഞ സ്പൂണോ തവിയോ ഒന്നും അച്ചാറിനകത്ത് തൊടിയിക്കരുത്. തൊടിയിച്ചാൽ അത് പെട്ടെന്ന് പൂത്തു പോകും.
അച്ചാർ ചീത്തയായി പോകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, അല്ലെ അവർക്ക് വേറെ ഒരു കുപ്പിക്കകത്ത് ശകലം എടുത്ത് വെച്ചേക്കണം. ഇങ്ങനെ നനഞ്ഞ സ്പൂണും തവിയും ഒന്നും ഇടരുതെന്ന്. ചിലർ എത്ര പറഞ്ഞാലും ചില കുട്ടികൾ കേൾക്കത്തില്ല. അപ്പം നമ്മുടെ അച്ചാർ കേടായിപ്പോവും. മാങ്ങയുടെ അടപ്പ് ആവിവെള്ളം നമ്മൾ തുറന്ന് വെക്കുമ്പോൾ നല്ല കണ്ണകല ഉള്ള കൊട്ട വെച്ച് മൂടി വെക്കണം, പല്ലിയും ഒന്നും കയറാതിരിക്കാൻ. ഞാൻ അങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നു. 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാറിലെ മാങ്ങയുടെ വെള്ളം കൂടെ ഇറങ്ങി. കണ്ടോ? അപ്പം മറ്റേതിന് ഈ ഭാഗം വരെ ഉള്ളായിരുന്നു എണ്ണ. ഇപ്പം വേണ്ട മാങ്ങയിലെ വെള്ളം, അത് നമ്മൾ മാങ്ങ പച്ചക്കരിഞ്ഞ് അതിനകത്ത് എണ്ണ തിളപ്പിച്ച് ഗ്രേവിക്കകത്തോട്ട് ഒഴിച്ച് കലക്കി ഒഴിക്കുകയാണ്. അപ്പം മാങ്ങ വേവിച്ചതുമില്ല, അങ്ങനെ മാങ്ങയിലെ വെള്ളം ഒട്ടും ഇറങ്ങിയിട്ടില്ല. ഇപ്പം മാങ്ങയിലെ വെള്ളം ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ മാങ്ങ ഇതുപോലെ ഈ രീതിയിൽ അച്ചാറിട്ട് കോരി വെക്കുമ്പം കുപ്പിയുടെ ഒരു 1/4 ഭാഗം വരെ നിറയ്ക്കാവും. അല്ലെങ്കിൽ ഇത് പുളിക്കും. മാങ്ങ ഇരുന്ന് പുളിക്കുമ്പം ഇത് ഈ ഗ്രേവിയും എണ്ണയും വെള്ളവും എല്ലാം കൂടെ വെളിയിലേക്ക് തിളച്ച് തൂകാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, തിളച്ച് തൂവും. നിറച്ച് നമ്മൾ കോരി വെച്ചാൽ അതുകൊണ്ട് 1/4 ഭാഗം മാത്രമേ കോരി വെക്കാവൂ. ഇപ്പം വേണ്ട, ഞാനിന്നലെ രാത്രിയിൽ ഇതിൻ്റെ അടപ്പ് തുറന്ന് വെച്ച്, കാരണം നമ്മൾ ചൂട് എണ്ണയായിരുന്നു ഒഴിച്ചത്, നല്ലെണ്ണ. ആ ചൂട് എണ്ണയിലോട്ട് ഈ ഗ്രേവി കലക്കി ഉടൻ തന്നെ കോരി അങ്ങ് വെക്കുമായിരുന്നു. അപ്പോൾ ആവി കാണും. ആ ആവി വെള്ളം വീണാൽ മാങ്ങ പൂത്തു പോകും. അതുകൊണ്ട് ഞാൻ അടപ്പ് തുറന്ന് വെച്ച് ഇപ്പോൾ അതുകൊണ്ട് അടച്ച് വെക്കാൻ പോവുക. നല്ല മണം അടിക്കുന്നുണ്ട് നമുക്ക്. പക്ഷേ ഇത് 7 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ ഇത് വേവിക്കാത്തതുകൊണ്ട് നല്ല പരുവത്തിലെത്തത്തുള്ളൂ. മാങ്ങ നമ്മൾ 2 ഭരണിയിലായിട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയും ഈ അധികമുള്ള എണ്ണ നമുക്ക് ഈ 2 ഭരണിയിലായിട്ട് മാങ്ങയുടെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ 7ാമത്തെ ദിവസമേ എടുക്കാം. അപ്പോഴത്തേക്ക് ഈ മാങ്ങ നമ്മൾ അടുപ്പേ വെച്ച് വേവിച്ചിട്ടില്ല, ഇതിനകത്തിരുന്ന് കനിഞ്ഞ് നല്ല മയത്തിൽ നല്ല ടേസ്റ്റിലാകത്തുള്ളൂ. ഇനി നമുക്ക് അന്നേരം എടുക്കാം. അപ്പോൾ ഈ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക് യു.